കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് മാറുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് പറയാം. 12ാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് മാറുന്ന വ്യാഴം വിഷമതകളെ ഒന്നുകൂടി കൂട്ടുന്ന ഒരു സമയമായിട്ടാണ് പൊതുവെ പറയാം. കർക്കിടകം രാശിക്കാർക്ക് നിലവിൽ കണ്ടകീശിനി എന്നുള്ളതായിരിക്കും ഒരു ദോഷ സമയം കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായ സമയമാണ്. തൊഴിൽപരമായും കുടുംബപരമായും ഒക്കെ തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന സമയമായിട്ടാണ് പറയാം. വ്യാഴന്റെ മാറ്റം ചെറിയ രീതിയിലുള്ള ദോഷങ്ങൾക്കാണ് സാധ്യത പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകളും മാനസികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സമയമാണ്. ദാമ്പത്യ ക്ലേശം, സന്താനപരമായിരിക്കുന്ന വിഷമതകൾ എന്നിവയെല്ലാം തന്നെ അനുഭവമാകാൻ ഇടയുണ്ട്. കുടുംബജനാദികളാലും മറ്റും വൈഷമ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. തൊഴിൽപരമായുള്ള എല്ലാ തീരുമാനങ്ങളിലും ജാഗ്രത വളരെയധികം പുലർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധ്വാനത്തിന് അനുസരിച്ചുള്ളതായിരിക്കുന്ന ഫലം ഈ വർഷം പ്രായേണ കുറവായിട്ടാണ് പറയുക. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായിരിക്കുന്ന സ്ത്രീകൾക്കുമെല്ലാം തന്നെ ദോഷം ചെയ്യുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് പറയാം. അകാരണപരമായിരിക്കുന്ന കലഹങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും പ്രധാനമായിട്ടും കാണുന്നുണ്ട്. സഹായികൾ നിമിത്തം അനർത്ഥങ്ങൾക്കും സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. മോശമായിരിക്കുന്ന വാക്കുകൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നും കേൾക്കാനുള്ളൊരു സമയമായതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം ശ്രദ്ധ ഈ വർഷം പൊതുവെ പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരഭജനം നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതായിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചിട്ട് ഗുരുവായൂരപ്പന് നല്ലതുപോലെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമായിട്ടാണ് കർക്കിടകം രാശിക്കാർക്ക് പറയുക. വ്യാഴന്റെ ഈ മാറ്റം ചാരവശാൽ ദോഷം ചെയ്യുന്ന സമയമായിരിക്കുന്നതുകൊണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരിക്കലിരിക്കുന്നതും മറ്റും ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. കർക്കിടകം രാശി.